إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ നിയമങ്ങൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അത്തഫാഉലു ഫി ഹയാത്തിൽ മുസ്ലിം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിൽ ശുഭപ്രതീക്ഷയോടുകൂടി ജീവിക്കുക എന്നുള്ളത് അങ്ങേയറ്റം അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ടതായ, ജീവിതത്തിലെ ഏത് മേഖലകളിലും അവൻ അനിവാര്യമായി കൈക്കൊണ്ടിരിക്കേണ്ടതായ ഒരു സ്വഭാവ ഗുണമാണ്. അത്തഫാഉലു ബിൽ ഖൈർ. എല്ലാത്തിലും ഒരു നന്മയുണ്ട്, പടച്ചറബ് അതിലൂടെ എനിക്കൊരു ഖൈർ വിധിച്ചിട്ടുണ്ടാകുമെന്നുള്ള ചിന്ത, അതൊരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയാണ്. യഖൂലു അല്ലാഹു അസ്സ വജൽ വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൻ ലക്കും وعسى أن تحبوا شيئا وهو شر لكم والله يعلم وأنتم لا تعلمون. നിങ്ങളൊരു കാര്യം നിങ്ങൾക്ക് തിന്മയാണ് എന്ന് കരുതുന്നുവെങ്കിൽ അതൊരു പക്ഷേ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കാം. നിങ്ങളൊരു പക്ഷേ ജീവിതത്തിലേറെ ഇഷ്ടപ്പെടുന്നതായ ഒരു കാര്യം അത് നിങ്ങൾക്ക് ദോഷകരമായതുമായിരിക്കാം. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാം പരമമായി അറിയുന്നവൻ. കാര്യങ്ങൾ അത് ഭാവിയിൽ എങ്ങനെയാണ് ഭവിക്കുക എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലതാനും. ഭാവിയെക്കുറിച്ച്, നാളെ എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അറിയില്ല. ആ അറിയാത്തൊരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഖൈർ നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുകയും ചിന്തിക്കുകയും അങ്ങനെ നല്ല വാക്കുകൾ പരസ്പരം പറയുകയും ചെയ്യുകയെന്നുള്ളതൊരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ടതാണ്. അതിൽ നിങ്ങൾക്കൊരു ഖൈറുണ്ടാകും. പടച്ച റബ്ബിന്റെ ആ വിധിയിൽ നിങ്ങൾക്ക് ഖൈറാണുള്ളത്, അതുകൊണ്ട് തൃപ്തി അടയുക എന്ന് സമാധാനപ്പെടുത്തുകയാണ് ഒരു മുഅ്മിൻ ചെയ്യേണ്ടത് എന്നർത്ഥം.
عن أبي هريرة رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول لا طيرة وخيرها التفاؤل. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഭാവി അറിയാൻ വേണ്ടി, ഭാവിയിൽ ഒരു കാര്യം നമുക്ക് നന്മയാണോ തിന്മയാണോ എന്നറിയാൻ വേണ്ടി പക്ഷികളെ ഉപയോഗിക്കുന്ന പക്ഷിശാസ്ത്രം അത് ഇസ്ലാമിൽ ഒരു അടിസ്ഥാനവും ഇല്ലാത്തതാണ്. നമ്മളുടെ ഈമാനിനും വിശ്വാസത്തിനും എതിരുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്, ലാ തിയറ, കൈനോട്ടക്കാര്, പക്ഷികളെ ഉപയോഗിച്ചുകൊണ്ട് ഷീട്ടെടുക്കുന്നവർ, ജാഹിലിയ കാലഘട്ടത്തിൽ പക്ഷിയെ പറപ്പിക്കുകയും വലത്തോട്ട് പറന്നാൽ ഖൈറാണ് എന്നും ഇടത്തോട്ട് പറന്നാൽ ഷർറാണ് എന്നും തീരുമാനിക്കുന്ന അത്തിയറ, അതിന് ഇസ്ലാമിൽ അടിസ്ഥാനമില്ല. അങ്ങനെ ഭാവി നിർണയിക്കുന്ന, ഭാവി പ്രവചിക്കുന്ന കാര്യങ്ങൾക്ക് ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവുമില്ല. അത് വിശ്വസിക്കാനും പാടില്ല. ലാ തിയറ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്നാൽ നാളെ ഒരു കാര്യം തന്റെ നന്മക്കായിരിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷ എന്ന് പറയുന്നത് അത് നന്മയാണ്, അത് നല്ല കാര്യമാണ്. ഒരു കാര്യം ഇൻഷാ അല്ലാഹ് എന്റെ ഖൈറിനാണ്, അതിലെനിക്കൊരു ഖൈറുണ്ടാകുമെന്ന് ചിന്തിക്കുക എന്നുള്ളത് അത് അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഖൈറായ കാര്യമാണ്. ഖീല യാ റസൂലല്ലാഹ് വമത്തഫാഉൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, വമത്തഫാഉൽ, ശുഭപ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ കലിമത്തു സ്വാലിഹ, അൽ കലിമത്തു സ്വാലിഹ യുഫ്രിഹു അഹദകും, നിങ്ങളിൽ ഒരാൾക്ക് മനസ്സിന് സംതൃപ്തിയുണ്ടാക്കുന്ന, സന്തോഷമുണ്ടാക്കുന്ന, ഒരു പ്രതീക്ഷ നൽകുന്ന ഓരോ നല്ല വാക്കും അത് തഫാഉലാണ്, ശുഭപ്രതീക്ഷയാണ്. ഒരാളൊരു പരീക്ഷയ്ക്ക് വേണ്ടി പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് പരീക്ഷയ്ക്ക് എളുപ്പമായിരിക്കും എന്ന് പറയുന്ന വാക്ക്, ഒരാളൊരു നല്ല കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് അതിൽ നിങ്ങൾക്ക് ഖൈറുണ്ടാകുമെന്ന് പറയുന്ന ഒരു വാക്ക്, അപ്രകാരം പറയുന്നതായ നല്ല വാക്കുകൾ അതൊരു മനുഷ്യന് ശുഭപ്രതീക്ഷയാണ്, അത് നല്ല കാര്യമാണ്, നിങ്ങൾ അങ്ങനെ പറയണം എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. ഇനി ഒരാൾക്കൊരു പ്രയാസമുണ്ടായി, ഒരാൾക്കൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടായത്, അയാളോട് പറയുമ്പോൾ എങ്ങനെയാണ് പറയേണ്ടത്? ഒരുപക്ഷെ നിങ്ങൾ ഇത് വലിയ പ്രയാസമാണെന്നും ഉപദ്രവമാണെന്നും കരുതുന്ന കാര്യമായിരിക്കാം. فعسى أن تكرهوا شيئا ويجعل الله فيه خيرا كثيرا. فعسى أن تكرهوا شيئا ويجعل الله فيه خيرا كثيرا. ഒരുപക്ഷെ നിങ്ങൾ പ്രയാസമാണെന്നും ബുദ്ധിമുട്ടാണെന്നും കരുതുന്ന, വെറുക്കുന്ന കാര്യമായിരിക്കാം, അതിലായിരിക്കാം റബ്ബ് നിങ്ങൾക്ക് ഒരുപാട് ഖൈറുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഒരു മനുഷ്യനൊരു പ്രയാസമുണ്ടായി, ബുദ്ധിമുട്ടുണ്ടായി, അയാളോട് പറയേണ്ട വാക്കെന്താ? പ്രയാസപ്പെടണ്ട, ഒരുപക്ഷെ നമുക്കങ്ങനെ പ്രയാസമായി തോന്നുന്ന കാര്യത്തിലായിരിക്കാം റബ്ബ് വലിയ ഖൈർ, വലിയ നന്മ നമുക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത്. അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിക്കുക. അപ്പൊ കഴിഞ്ഞ ഖുതുബകളിൽ നമ്മൾ തവക്കുലിനെ കുറിച്ചും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നതിനെ കുറിച്ചും ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നതിനെ കുറിച്ചും ആ ദുആക്ക് എന്തായാലും ഉത്തരം ലഭിക്കുമെന്നുള്ള യഖീനോടുകൂടി ചോദിക്കുന്നതിനെ കുറിച്ചുമാണ് മനസ്സിലാക്കിയതെങ്കിൽ, ഇന്നത്തെ ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അത്തഫാഉലു ബിൽ ഖൈർ, നന്മയിൽ പ്രതീക്ഷയർപ്പിക്കുകയും ശുഭപ്രതീക്ഷയുണ്ടാകുകയും ചെയ്യുക. എന്നാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം കുറേയായി ജോലിക്കൊക്കെ ഞാൻ ശ്രമിക്കുന്നു, ഒന്നും കിട്ടലില്ലേ, ഇതിന് പോയി നോക്കാന്നേ ഉള്ളൂ, കിട്ടൂല എന്ന് വിചാരിച്ചിട്ടാ പോകുന്നുണ്ടെങ്കിൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. ഏതൊരു നല്ല കാര്യത്തിന് വേണ്ടി അയാൾ പുറപ്പെടുമ്പോഴും എന്റെ റബ്ബ് എനിക്കതിൽ നന്മ നിശ്ചയിച്ചിട്ടുണ്ട് എന്നും അള്ളാഹുവിന്റെ തൗഫീഖ് എനിക്ക് ലഭിക്കുമെന്നും വിശ്വസിച്ചുകൊണ്ടും അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ടുമാണ് അയാൾ പോകേണ്ടത്. ഖുദ്സിയായ ഒരു ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അന ഇൻദ ഹുസ്നി ظنി അബ്ദി ബി, എന്റെ അടിമ എന്നെ കുറിച്ച് എങ്ങനെ കരുതുന്നുവോ അപ്രകാരമായിരിക്കും എനിക്ക് അവനോടുള്ള സമീപനം. ഇൻ ظن ബി ഖൈറൻ ഫഹുവ ലഹ്, അവൻ നല്ലതാണ് പ്രതീക്ഷിച്ചതെങ്കിൽ അവൻ അത് ലഭിക്കും. വ ഇൻ ظن ബി ശർറൻ ഫഹുവ ലഹ്,
ഇനി അവൻ മോശമായ പ്രതീക്ഷയാണ് വെച്ചു പുലർത്തിയതെങ്കിൽ അതായിരിക്കും അവന് ലഭിക്കുക എന്നാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഉടനീളം ശുഭപ്രതീക്ഷ ഉണ്ടായിരിക്കണം. അത്തഫാഉലു ബിൽ ഖൈർ. അതോടൊപ്പം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. ലാ തിയറ. പക്ഷിശാസ്ത്രവും ഭാവി പ്രവചിക്കുന്നവരും കണക്ക് നോക്കിയിട്ട് ഭാവിയെക്കുറിച്ച് പറഞ്ഞു തരുന്നവരും അത്തരത്തിലുള്ള ആളുകളെ സമീപിക്കാൻ പാടില്ല. അത് ഈമാനിനും തൗഹീദിനും വിഘാതം നൽകുന്ന കാര്യമാണ്. മൻ അതാ കാഹിനൻ ഔ അറാഫൻ من أتى كاهنا أو عرافا فصدق به فقد كفر بما أنزل على محمد. ജോത്സ്യന്റെയും കണക്ക് നോട്ടക്കാരന്റെയും അരികിൽ പോയി അയാൾ പറയുന്നത് ആരെങ്കിലും വിശ്വസിച്ചാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയ വിശുദ്ധ ഖുർആനിൽ അയാൾ അവിശ്വസിച്ചിരിക്കുന്നുവെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ് ഇല്ലല്ലാഹ്. ആകാശലോകത്തോ ഭൂമിയിലോ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ അദൃശ്യത്തെ അറിയുന്നവനായി പടച്ച റബ്ബല്ലാതെ ഒരാളുമില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അവിടെയാണ് ഫഇന്ന മഅൽ ഉസ്രി യുസ്ര. പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും, പക്ഷേ പ്രയാസത്തോടൊപ്പം അതാ നിനക്കൊരു എളുപ്പമുണ്ട്. ഇന്ന മഅൽ ഉസ്രി യുസ്ര. പ്രയാസത്തോടൊപ്പം തീർച്ചയായും ഒരു എളുപ്പമുണ്ട്. 2 തവണയാണ് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചത്. ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞു ലൻ യഗ്ലിബ ഉസ്റുൻ യുസ്റയൈൻ. 2 എളുപ്പങ്ങളെ ഒരു പ്രയാസത്തിന് അതിജയിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത് തഫാഉലുള്ള ശുഭപ്രതീക്ഷയുള്ള മുഅ്മിനീങ്ങളായി ജീവിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله. الله നസൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി തെറ്റുകൾ തിരുത്തി അല്ലാഹുവിലേക്ക് അടുക്കുന്നവരായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സലുല്ലാഹ യുഅതികും ഉദ്ഉല്ലാഹ യസ്തജിബ് ലക്കും. അല്ലാഹുവിനോട് നിങ്ങൾ ചോദിക്കുക, അല്ലാഹു നൽകുന്നവനാണ്. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക, അല്ലാഹു ഉത്തരം ചെയ്യുന്നവനാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഇത്രത്തോളം പ്രതീക്ഷ നൽകുന്ന വാക്കുകളില്ല. അലാ ബിദിക്രില്ലാഹ് തത്മഇന്നുൽ ഖുലൂബ്. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്നുള്ള ബോധ്യം, പടച്ച റബ്ബുണ്ട്, ആ റബ്ബന്റെ കാര്യങ്ങൾ അറിയുന്നുണ്ട് എന്നുള്ള സമാധാനം. ഇനി എന്തൊരു പ്രയാസം ഞാൻ അനുഭവിക്കുന്നുവോ അതിനെനിക്ക് പ്രതിഫലമുണ്ട് എന്നും എന്റെ പാപങ്ങൾ ആ പ്രയാസം കാരണത്താൽ പൊറുക്കപ്പെടുന്നുണ്ട് എന്നും ഒരു മുള്ളെനിക്ക് കുത്തുന്നുണ്ടെങ്കിൽ പോലും ആ വേദനയ്ക്ക് എന്റെ പാപങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നുണ്ട് എന്നുള്ള വിശ്വാസം. ഇതാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി അവനെ മുന്നോട്ട് നയിക്കുന്നതായ കാര്യം. അതുകൊണ്ട് അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത് പടച്ച റബ്ബിനോട് ദുആ ചെയ്ത് അല്ലാഹുവിൽ പ്രതീക്ഷയർപ്പിച്ച് ജീവിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറ്റിത്തരുമാറാകട്ടെ. നമുക്ക് ലഭിച്ചിട്ടുള്ള നിഅമത്തുകളെ റബ്ബ് എന്നും നിലനിർത്തി തരുമാറാകട്ടെ. ഒരിക്കലും മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥയില്ലാതെ ഈമാനോടുകൂടി ഇസ്സത്തോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم اجعل هذا البلد آمنا مطمئنا سخاء رخاء
وسائر بلاد المسلمين والحمد لله رب العالمين.